നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഓർത്തോഗണൽ സെറ്റ് എന്നും എന്താണ് ഓർത്തോനോർമൽ സെറ്റ് എന്നുമാണ്. ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ബിയിലുള്ള രണ്ട് വെക്റ്റേഴ്സാണ് ആൽഫ ആൻഡ് ബീറ്റ. ദെൻ ആൽഫ ഈസ് ഓർത്തോഗണൽ ടു ബീറ്റ ഇഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 0. ആൽഫയുടെയും ബീറ്റയുടെയും ഇന്നർ പ്രൊഡക്റ്റ് 0 എന്ന കേസിലാണ് നമ്മൾ ആൽഫ ഈസ് ഓർത്തോഗണൽ ടു ബീറ്റ എന്ന് പറയുന്നത്. ദിസ് ഓൾസോ ഇംപ്ലൈസ് ദാറ്റ് ബീറ്റ ഈസ് ഓർത്തോഗണൽ ടു ആൽഫ. So we can simply say that alpha and beta are orthogonal. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ഓർത്തോഗണൽ സെറ്റ് എന്നാ. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ബിയിലുള്ള എ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആണ് എസ്. ദെൻ എസ് ഈസ് സെഡ് ടു ബി ആൻ ഓർത്തോഗണൽ സെറ്റ് ഇഫ് ഓൾ പെയേഴ്സ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെക്റ്റേഴ്സ് ആർ ഓർത്തോഗണൽ. എസ്സിലുള്ള എല്ലാ പെയേഴ്സ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെക്റ്റേഴ്സും ഓർത്തോഗണൽ ആവുന്ന കേസിലാണ് അതിന് ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയുന്നത്. Let S equal to set alpha 1, alpha 2, etc. alpha k. Then S is an orthogonal set if inner product of alpha I and alpha j equal to 0. ഏതൊരു ആൽഫയും ആൽഫ ജെയും എടുത്താലും അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ എസ്സിനെ ഒരു ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയാം. 0 വെക്റ്റർ ഈസ് ഓർത്തോഗണൽ ടു എവരി വെക്റ്റർ ഇൻ ബി. ഈ 0 വെക്റ്ററിന് മാത്രമേ ഈ പ്രോപ്പർട്ടി ഉള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ഓർത്തോനോർമൽ സെറ്റ് എന്നാ. ഓർത്തോനോർമൽ സെറ്റ് എന്ന് വെച്ചാൽ ഒരു ഓർത്തോഗണൽ സെറ്റാണ്. ബട്ട് ഇറ്റ് ഹാസ് ആൻ അഡീഷണൽ പ്രോപ്പർട്ടി. അതിലെ എല്ലാ എലമെൻസിൻ്റെയും നോമ് 1 ആയിരിക്കും. സെറ്റ് എസ്സിലെ എല്ലാ എലമെൻസിൻ്റെയും നോമ് 1 ആണെങ്കിലാണ് അതിനെ നമ്മൾ ഓർത്തോനോർമൽ സെറ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർത്തോനോർമൽ സെറ്റിനെ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്തുകൂടെ. Orthonormal set is a set of mutually perpendicular vectors each having length 1. ലെങ്ത് 1 ആയിട്ടുള്ള മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റേഴ്സിൻ്റെ സെറ്റിനെ നമുക്ക് ഓർത്തോനോർമൽ സെറ്റ് എന്ന് പറഞ്ഞൂടെ. ഇനി നമുക്ക് ഓർത്തോനോർമൽ സെറ്റിൻ്റെയും ഓർത്തോഗണൽ സെറ്റിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ നമ്പർ 8 നോക്കാം ഫസ്റ്റ്. The standard basis of either Rn or Cn is orthonormal set with respect to the standard inner product. Rnൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെറ്റ് E1, E2, എക്സെട്ര En ആണല്ലോ. അതിൽ എല്ലാ എലമെൻസിൻ്റെയും നോം എത്രയായിരിക്കും? 1 ആയിരിക്കും. ദാറ്റ് മീൻസ് നോം ഓഫ് EA is equal to 1 for I equal to 1, 2, 3, എക്സെട്ര N ആ. ഫോർ എനി EA, EJ ഇൻ Rnൽ ഏതെങ്കിലും ഒരു EA, EJ എടുക്കുക. അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് കണ്ടുനോക്കാം നമുക്ക്. ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റാണ്, അതായത് ഡോട്ട് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇ ഐ എന്ന് വെച്ചാൽ എഴുതാം ith ടേം 1ഉം ബാക്കിയെല്ലാ ടേമും 0 ആയിട്ടുള്ള ഒരു n ടപ്പിൾ ആയിരിക്കും. ഇ ജെ എന്ന് വെച്ചാലോ jth ടേം 1ഉം ബാക്കി എല്ലാ ടേമും 0 ആയിട്ടുള്ള ഒരു n ടപ്പിളും ആയിരിക്കും. അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 0 കിട്ടും. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഇ ഐ ആൻഡ് ഇ ജെ നമുക്ക് 0 കിട്ടും. ഇന്നർ പ്രൊഡക്റ്റ് 0 കിട്ടുകയും നോമ് 1 കിട്ടുകയും ചെയ്ത്, അപ്പോൾ അതൊരു ഓർത്തോനോമൽ സെറ്റാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ നമ്പർ 9 ആണ്. ദ വെക്റ്റർ എക്സ് വൈ ഇൻ R2 ഈസ് ഓർത്തോഗണൽ ടു -yx വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ്. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റാണ് എടുക്കുന്നത്, അതായത് ഡോട്ട് പ്രൊഡക്റ്റാണ്. ഇവിടെ ആൽഫ ഇസ് ഈക്വൽ ടു എക്സ് വൈയും ബീറ്റ ഇസ് ഈക്വൽ ടു -yx ആണ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ആൻഡ് -yx എന്ന് വെച്ചാൽ എന്ത് വരും? -xy + yx വരും. -xy + yx ഈക്വൽ ടു 0. നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 എന്ന് കിട്ടി. അപ്പോൾ എക്സ് വൈ ഇൻ R2 ഈസ് ഓർത്തോഗണൽ ടു -yx എന്ന് കിട്ടി. ഇഫ് R² ഈസ് എക്സ്പേർഡ് വിത്ത് ദ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സാമ്പിൾ 2. എക്സാമ്പിൾ 2ൽ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ 2ൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇന്നർ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഇനി R2ൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു ആൽഫ എടുത്തിരിക്കുന്ന x1 x2ഉം ബീറ്റ എടുത്തിരിക്കുന്നത് y1 y2 ആണ്. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു x1 y1 - x2 y1 - x1 y2 + 4x2 y2 ആണ്. ഈ കേസിൽ ആൽഫ ഇസ് ഈക്വൽ ടു എക്സ് വൈയും ബീറ്റ ഇസ് ഈക്വൽ ടു -yx ആണ്. അപ്പോൾ x1 x2ൻ്റെ സ്ഥാനത്ത് എക്സും വൈയും, y1ൻ്റെ y2ൻ്റെ സ്ഥാനത്ത് -yയും എക്സും എടുക്കാം. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ 0 ആയാലാണ് ഇത് ഓർത്തോഗണലാണെന്ന് പറയാം. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ കാണാം. അപ്പോൾ നേരത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -xy + y² - x² + 4xy കിട്ടും. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y² - x² + 3xy കിട്ടും.
അത് 0 ആയാലാണ് എക്സ് വൈയും മൈനസ് വൈ എക്സും ഓർത്തോഗണലാന്ന് പറയാം. അത് 0 ആവണമെങ്കിൽ y is equal to 1/2 ഇൻറ്റു -3 പ്ലസ് ഓർ മൈനസ് √13 ഇൻറ്റു എക്സ് ആവണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ നമ്പർ 10 ആണ്. ലെറ്റ് വി ബി സി n by n the space of complex n by n matrices and let EPQ be the matrix whose only non-zero entry is a 1 in row P and column Q. EPQ എന്ന് പറയുന്ന മെട്രിക്സ് ഏതാണ്? പീത്ത് റോയിലും ക്യൂത്ത് കോളത്തിലും വരുന്ന എൻട്രി 1ഉം ബാക്കി എല്ലാ എൻട്രി 0 ആയിട്ടുള്ള മെട്രിക്സ് ആണ് EPQ. Then the set of all such matrices EPQ is orthonormal with respect to the inner product given in example 3. എക്സാമ്പിൾ 3 തന്ന ഇന്നർ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇതൊരു ഓർത്തോനോർമൽ സെറ്റാണ് പ്രൂവ് ചെയ്യണം. എക്സാമ്പിൾ 3യിൽ തന്നത് എങ്ങനെയാണ്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ ബി സ്റ്റാർ ആ തന്നത്. ഇവിടെ എ ഇസ് ഈക്വൽ ടു EPQ എന്നും ബി ഇസ് ഈക്വൽ ടു ERS എന്നും നമ്മൾ എടുത്തു. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് EPQ ആൻഡ് ERS ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് EPQ ആൻഡ് ESR വരും. That is equal to delta QS into trace of EPR. Trace of EPR നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ PR കിട്ടും. That is equal to delta QS into delta PR. അത് നമുക്ക് എന്താ കിട്ടുക? 0 എന്ന് കിട്ടും. ഓൾസോ നോം ഓഫ് EPQ 1 ആയിരിക്കും. കാരണം EPQയുടെയും ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് അതെന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അത് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. സോ നോം ഓഫ് EPQ 1 ആയിരിക്കും. Then the set of all such matrices EPQ is orthonormal എന്ന് കിട്ടി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ നമ്പർ 11 ആണ്. ലെറ്റ് B be the space of continuous complex or real valued functions on the interval 0 less than or equal to x less than or equal to 1 with the inner product of f and g is equal to integral 0 to 1 f of x into conjugate of g of x dx. Suppose fn of x is equal to √2 cos 2 pi nx and gn of x is equal to √2 sin 2 pi nx ആണെന്ന് വിചാരിക്കാം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സെറ്റ് 1 f1 g1 f2 g2 എക്സെട്ര ഈസ് എൻ ഇൻഫൈനൈറ്റ് ഓർത്തോനോമൽ സെറ്റാണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ജി കാണാൻ പോവാം. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ജി കാണുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എഫിനും ജിക്കും നമ്മൾ വാല്യൂസ് കൊടുക്കാം. √2 cos 2 pi nx ഇൻറ്റു √2 sin 2 pi nx dx വരും. അപ്പോൾ √2 ഇൻറ്റു √2 2 എടുത്ത് നമുക്ക് പുറത്തിടാം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 cos 2 pi nx ഇൻറ്റു sin 2 pi nx dx വരും. അതിന് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 sin 4 pi nx by 2 ഇൻറ്റു dx എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 2ഉം 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ്സ് ഈക്വൽ ടു 0 ഇൻ്റഗ്രൽ 0 to 1 sin 4 pi nx dx. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിനെ cos 4 pi nx by 4 pi n വരും. ഏത് തൊട്ട് ഏത് വരെ? 0ഉം 1ഉം വാല്യൂസ് കൊടുക്കണം. ആദ്യം നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പം cos 4 pi n വരും. എക്സിന് 0 കൊടുക്കുമ്പോൾ cos ഇൻറ്റു 4 pi n ഇൻറ്റു 0 അത് 0 ആയിപ്പം. അപ്പം ബാക്കി എന്താ ഉണ്ടാവും? നമുക്ക് cos 4 pi n മൈനസ് cos 0 by 4 pi n വരും. cos 4 pi n 1 ആണ്. cos 0യും 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 0 ആയിപ്പോയി. 0 by 4 pi n വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എഫിൻ്റെയും ജിയുടെയും ഇന്നർ പ്രോഡക്റ്റ് നമുക്ക് 0 കിട്ടി. ഫോർ n ഈക്വൽ ടു 1 2 3 എക്സെട്ര. ഇനി കണ്ടുപിടിക്കേണ്ടത് എഫിൻ്റെയും ജിൻ്റെയും നോമും കൂടി 1 ആയാൽ മാത്രമേ അതൊരു ഓർത്തോനോർമൽ ആണെന്ന് നമ്മൾ പറയുള്ളൂ. എഫിൻ്റെയും ജിൻ്റെയും നോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് കാണണം. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് എഫ് കാണാം നമുക്ക് ആദ്യം. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 √2 cos 2 pi nx ഇൻറ്റു √2 cos 2 pi nx dx വരും. √2 ഇൻറ്റു √2 2 പുറത്തെടുക്കാം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 cos square 2 pi nx ഇൻറ്റു dx വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 cos square 2 pi nx dxന് നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് cos 4 pi nx dx by 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 പ്ലസ് cos 4 pi nx വരും. ദാറ്റ്സ് ഈക്വൽ ടു അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും?
എക്സ് പ്ലസ് സൈൻ 4πnx/4π വരും. ഇനി നമുക്ക് എക്സിന് 1 എന്നും 0 എന്നും വാല്യൂസ് കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് സൈൻ 4πn/4π വരും. സൈൻ 4πn എന്ന് വെച്ചാൽ അത് 0 ആണ്. സൈൻ 4πn 0 ആയിരിക്കും. അപ്പോൾ 1 പ്ലസ് 0 വരും. എക്സിന് ഇനി നമ്മൾ 0 കൊടുക്കുമ്പം 0 പ്ലസ് സൈൻ 0 വരും. സൈൻ 0യും 0 ആണ്. അപ്പോൾ 0 പ്ലസ് 0 വരും. അപ്പോൾ 1 പ്ലസ് 0 മൈനസ് 0 പ്ലസ് 0 ദാറ്റ്സ് ഈക്വൽ ടു 1 വരും. ദെൻ നോം ഓഫ് എഫ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 ദാറ്റ്സ് ഈക്വൽ ടു 1 വരും. ഇനി നമുക്ക് കാണേണ്ടത് ജിയുടെ നോമ. അതിന് ജി ആൻഡ് ജിയുടെ ഇന്നർ പ്രൊഡക്റ്റ് കാണണം. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ജി ആൻഡ് ജി ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 റൂട്ട് 2 സൈൻ 2πnx ഇൻറ്റു റൂട്ട് 2 സൈൻ 2πnx dx വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എടുക്കാം. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2 ആണ്. 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 സൈൻ സ്ക്വയർ 2πnx dx വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ 2πnxന് നമുക്ക് എന്തായിട്ട് എഴുതാം? 1 മൈനസ് കോസ് 4πnx/2 എന്ന് എഴുതിക്കൂടെ? അപ്പം 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 മൈനസ് കോസ് 4πnx dx വരും. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് സൈൻ 4πnx/4πn. എക്സിന് കൊടുക്കേണ്ട വാല്യൂസ് ഏതില്ല? 1ഉം 0യും കൊടുക്കാം ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് വരും? വാല്യൂസ് കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുത്താൽ 1 മൈനസ് സൈൻ 4πn വരും /4πn. സൈൻ 4πn എന്താ? 0 ആണ്. 1 മൈനസ് 0 വരും. പിന്നെ 0 കൊടുക്കുമ്പോൾ 0 മൈനസ് സൈൻ 0 വരും. 0 മൈനസ് സൈൻ 0 എന്താ? 0 ആണ്. 0 മൈനസ് 0 വരും. 1 മൈനസ് 0 മൈനസ് 0 മൈനസ് 0 കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1 വരും. അപ്പോൾ നോം ഓഫ് ജി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1. എഫിൻ്റെ ജിയുടെ നോമ നമുക്ക് 1 കിട്ടി. എഫിൻ്റെ ജീൻ്റെ ഇന്നും പ്രൊഡക്റ്റ് നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ സെറ്റ് 1 F1 G1 F2 G2 എന്ന് പറയുന്ന ആ ഇൻഫൈനൈറ്റ് സെറ്റ് ഒരു ഇൻഫൈനൈറ്റ് ഓർത്തോനോമസ് സെറ്റാണ്. ഇൻ ദ കോംപ്ലക്സ് കേസ് we may also form the linear combinations 1/√2 fn plus ign. fnൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? √2 cos 2πnx എന്നും gൻ്റെ സ്ഥാനത്ത് √2 sin 2πnx എന്നും കൊടുക്കാം. √2 പുറത്തെടുത്താൽ √2/√2 ഇൻറ്റു cos 2πnx പ്ലസ് i sin 2πnx വരും. √2ഉം √2ഉം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ ഉണ്ടാവും? cos 2πnxും പ്ലസ് i sin 2πnxും വരും. ദാറ്റ്സ് ഈക്വൽ ടു e raised to 2πinx എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പുതിയൊരു ഓർത്തോനോമസ് സെറ്റ് കിട്ടി. അത് എല്ലാ ഫംഗ്ഷൻസ് ഏത് ഫോമിലാണ് ഉണ്ടാവുക? e raised to 2πinx എന്നുള്ള ഫോമിലാണ് ഉണ്ടാവുക. അതിന് നമ്മൾ hn of x എന്ന് എടുക്കുക. where n is equal to plus or minus 1, plus or minus 2, plus or minus 3, etc. Also, the set s dash obtained from s by adjoining a constant function 1 is also orthonormal. ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എസ് ഡാഷും ഒരു ഓർത്തോനോമൽ സെറ്റാണ്.